സെപ്റ്റംബർ 17-ന് സൂര്യൻ രാശി മാറി കന്നിരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർ രക്ഷപ്പെടുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം, മുക്കാല്, അത്തം, ചിത്രേര ഈ നക്ഷത്രക്കാർക്ക് സൂര്യൻ സ്വന്തം രാശിയിലും വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 കൂടിയുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ സമയം തെളിയാൻ പോകുന്നു. സർവ ഐശ്വര്യവും സൗഭാഗ്യവും ഇവരെ തേടി വരും. ഇവർ പുതുതായിട്ട് നല്ല വരുമാനം കിട്ടുന്ന ജോലിയിൽ പ്രവേശിക്കും. ഉയർന്ന ശ്രേണിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്നും വലിയ അംഗീകാരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണിത്. ചെറുകിട വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർ അവരുടെ ബിസിനസ് വിപുലമാക്കും. ഇവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾ ഉയർന്ന രീതിയിൽ പഠന മികവ് കാണിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഇവരെ തേടിയെത്തും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ക്ഷീര കർഷകർക്കും നല്ലതാണ്. കന്നാലി വളർത്തുന്നവർ കന്നാലി വിറ്റും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റും ധാരാളം പണം ലഭിക്കും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും വിറ്റ് നല്ല ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ദീർഘദൂര യാത്രകളും വിദേശ യാത്രകളും തരപ്പെടും. ചുരുക്കത്തിൽ അടുത്ത 1 മാസത്തിനുള്ള ഇവർക്ക് സകല സൗഭാഗ്യങ്ങളും പണവും വന്നു ചേർന്ന് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത് ധനുക്കൂർ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാളങ്കാൾ എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർ കുറെ കാലമായി ശാരീരിക, സാമ്പത്തിക, മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം വിഷമിക്കുകയായിരുന്നു. ഇതിൽ ഒക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് ഇനി വരുന്ന 1 മാസക്കാലം. ഇവരുടെ കർമ്മരംഗമായ 10-ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തൊഴിൽപരമായിട്ട് വളരെ നല്ല സമയമാണിത്. തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുവാൻ പോകുന്ന സമയം കൂടിയാണിത്. സർക്കാർ ധനത്തിന്റെ ആളായ സൂര്യൻ 10-ൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതിയും അതുവഴി സാമാന്യം നല്ല ധനവും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ പോകുന്നു. ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. ലോട്ടറി ഭാഗ്യം പോലും വന്നു ചേർന്നേക്കാം. അപ്രതീക്ഷിത ധനവും ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ വന്നുവിടാം. ബിസിനസ് രംഗത്തുള്ളവർ അവർക്ക് ഉയർച്ചയുടെ കാലമാണിത്. എന്നാൽ പുതുതായി ബിസിനസ് ആരംഭിക്കുന്നത് നന്നല്ല. കൂട്ടുകച്ചവടത്തിനും മുതിരരുത്. ഇപ്പൊ കൂട്ടുകച്ചവടം ചെയ്യുന്നതിൽ കൂട്ടുകച്ചവടത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കണം. ഭൂമി വാങ്ങാനും മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും. സന്താനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ, വിദ്യാഭ്യാസം ഇവ ലഭിക്കും. വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. എന്നാൽ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വ്യാഴപ്രീതി വരുത്തണം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഇവർക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്രങ്ങളായ പുണർതങ്കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുടെ സമയം തെളിയാൻ പോകുന്നു. അവരുടെ തൊഴിൽ രംഗം പുഷ്ടി പ്രാപിക്കും. കോൺട്രാക്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പുതിയ വർക്കുകൾ കണ്ടെത്തി നേട്ടം കൊയ്യും. ഇക്കാര്യങ്ങൾ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ഇവരെ സഹായിക്കും. സർക്കാർ ജീവനക്കാർക്ക് നല്ല സമയമാണ്. അവർക്ക് പ്രൊമോഷൻ കിട്ടും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടുന്നതോടെ സാമ്പത്തിക നിലയിലും ഉയർച്ചയുണ്ടാകും. കടബാധ്യതകൾ ഒരു പരിധി വരെ തീർന്നു കിട്ടും. സഹോദരന്മാർ സഹായിക്കും. ഭാര്യ വീട്ടിൽ നിന്നും ധനസഹായം കിട്ടും.
വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണത്. പഠനരംഗത്ത് ഇവർ നല്ല മികവ് പുലർത്തും. എന്നാൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും. അതുവഴി സാമ്പത്തിക ചെലവുകൾ വന്നുപെട്ടേക്കാം. എന്നാൽ ശനിദേവൻ അനിഷ്ടസ്ഥാനത്ത് വരുന്നതുകൊണ്ട് ശനിദേവന് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രീതി ലഭിച്ചാൽ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇത് ഒരു പൊതുഫലം മാത്രമാണ്. ദശാകാലമനുസരിച്ചും ജനനസമയമനുസരിച്ചും മാറ്റം വന്നേക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.